അത് നമ്മുടെ കുറാഡോ DC 201 XG നമ്മൾ സെറ്റ് ചെയ്തേക്കണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ പോയി വാങ്ങിച്ച് കളക്ട് ചെയ്തേക്കണ സാധനം ഒന്ന് സെറ്റ് ചെയ്തേക്കാണ്. സെറ്റ് ചെയ്തിട്ട് അതും ലെഫ്റ്റ് ഹാൻഡ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ എന്താവും എങ്ങനെയാവുന്നൊക്കെ അറിയാം. കുറാഡോ DC അപ്പോൾ ആദ്യമായിട്ട് വിൽക്കാൻ പോകണം കേട്ടോ. ഒരു ഐഡിയ ഇല്ല. പാക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണേ. പുതിയത് കുറേ നാളുകൾക്ക് സ്വപ്നം. മനസ്സ് നമ്മൾ വാങ്ങിച്ചേക്കണ കുറാഡോ DC നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഫസ്റ്റ് കുറേ നാളത്തെ സ്വപ്നമായിരുന്നു. അപ്പോൾ കുറാഡോ DC ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ കോമ്പായിട്ട് നമ്മൾ എടുത്തേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സാധനം ഉണ്ട്, ട്രാവലിംഗ് റോഡ് വോയേജ് ബോണാണ് കേട്ടോ. ബോണിൻ്റെ വോയേജാണ് ഞാൻ ഉപയോഗിക്കണത്. ഇന്നിപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ബ്രൈഡ് ഒരു ചാത്തനാണ്, ഇതിന് പറ്റിയ ബ്രൈഡൊന്നും അല്ല. അപ്പോൾ നമുക്കത് പക്ഷേ ബ്രാലും ചേർന്ന് കളിക്കാൻ അത് മതി. അപ്പോൾ അങ്ങനെ ഒരു ലോക്കൽ ബ്രൈഡും വാങ്ങിച്ച് സെറ്റ് ഇത് എൻ്റെ കയ്യിൽ ബാലൻസ് ഇരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വാങ്ങിക്കായിരുന്നു. അപ്പോൾ കുറാഡോ DC വോയേജ് ലെങ്ത്ത് 6.8 വോയേജിൻ്റെ. പിന്നെ ഇത് വെച്ചിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല, ഇത് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ലെഫ്റ്റിലേക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആണെന്ന്. അപ്പോൾ എന്തായാലും പഠിച്ചിട്ടേ കാര്യമുള്ളൂ. രണ്ട് സൈഡും ഞാനിന്ന് കാസ്റ്റ് ചെയ്ത് പഠിക്കും. ഷിമാനോ ട്രാൻസ് ഇരിക്കുന്നുണ്ട്, അത് അത്യാവശ്യം റേറ്റുള്ള സാധനം. അതാണ് ഈ റൈറ്റ് ഹാൻഡും ആണ്, ഇത് ലെഫ്റ്റ് ഹാൻഡും ആണ്. അപ്പോൾ രണ്ടും ഒന്ന് പയറ്റി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് നോക്കാം എന്തായാലും, അല്ലെങ്കിൽ അത് നമുക്ക് കൊടുത്ത് ഒഴിവാക്കും. ഇതിലേതെങ്കിലും ഒന്ന് നടത്തും. നമുക്കപ്പോൾ കാസ്റ്റിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അതേ നോക്കി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാസ്റ്റിംഗ് കണ്ടാൽ മതി. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ കറക്കാൻ ഇങ്ങനെ തെന്നി പോകണം നോക്കാം. സൗണ്ട് കേൾക്കാൻ നല്ല രസം കൂടാ. പിടിക്കുമ്പോൾ ഇങ്ങനെയാണ്ട് പിടിക്കണ്ട, ഈ ഇവിടെ കയറ്റി പിടിക്കണം. സ്പീഡ് വേണമെങ്കിൽ കുറച്ചിടാൻ നല്ല സ്പീഡ് ഇറക്കണല്ലോ. കാശ് കൊടുത്ത് വാങ്ങിച്ചാലുള്ള കളിയുണ്ടല്ല. അപ്പോൾ കണ്ടില്ല നിങ്ങൾ എൻ്റെ ഞാൻ കുടഞ്ഞറിഞ്ഞേക്കണ ഇതാണ്. കുടഞ്ഞറിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര അത്രയും കുടഞ്ഞറിഞ്ഞിട്ടും നമുക്കൊരു ഇതുപോലും വന്നില്ല കേട്ടോ. ബാക്ക്ലാഷ് പോലും കയറിയില്ല. അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാലുള്ള പ്രത്യേകത അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാശ് അന്യായ എമൗണ്ടാണ്, അന്യായ റേറ്റാണ്, നിനക്കവിടെ പ്രാന്ത് അതാണ് ഇതാണെന്നൊക്കെ പറയണവരുടെ അടുത്ത് പ്രത്യേക ശ്രദ്ധിക്കുക. നമുക്ക് ഉപയോഗിക്കാണ്ടല്ല, അതിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് അയ്യോ കയ്യിൽ കിട്ടുള്ളടാ, മിസ്സായി. അയ്യേ എൻ്റെ കയ്യിൽ 3 പോയി. ഇതേപോലെ കൊണ്ടുവന്ന് പോയി. എനിക്ക് ഹാൻഡിൽ സെറ്റപ്പ് ആവുള്ളതാണേ. അപ്പോൾ നമ്മൾ അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇട്ടിട്ട് മീൻ കരയിലേക്ക് എത്തിച്ച്.
ഇപ്പോൾ 2-3 ഒരെണ്ണം വീഡിയോ കിട്ടിയില്ല, 2 എൻ്റെ നിന്ന് വലിച്ച് ലോഡ് എടുത്ത് വന്നിട്ട് എനിക്ക് ടൈറ്റ് ചെയ്ത് വലിക്കാൻ പറ്റില്ല. അതിൻ്റെ എക്സ്പീരിയൻസ് കൂടി ആവാണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാനിങ്ങനെ മനസ്സിൽ കരുതി വലിച്ച് ഏകദേശമൊക്കെ ലൂസായൊക്കെ ചെയ്തു. പക്ഷെ സാധനത്തിന് മുകളിൽ എത്തിച്ചാണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല അടിപൊളി നാടൻ വരാലാട്ടോ. നാടനല്ലേ? എന്തിനും ആട്ടെ, നാടനാണെന്നാണ് തോന്നണേ. നാടനാണ് അല്ലേ? ആയിരിക്കും. ഗോസ്റ്റാണ് ലാർക്കിൻ്റെ ഗോസ്റ്റിലാണ്ട് അടിച്ചാണേ. ഇപ്പോൾ 3 മിസ്സായതും അതിലാണ്. പക്ഷേ അത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യണതിൻ്റെ പേരിൽ പോയതാണ്. പിന്നെ പലരും ചോദിക്കാൻ കാരണമായേക്കാം, വോയേജിൻ്റെ റോഡും കുറാഡോ DC ഉപയോഗിച്ച് ബ്രാലിനെ പിടിക്കാൻ വേണ്ടി എടുക്കാണ് ചേട്ടാന്ന് നോക്കും. ഇയാൾക്കട്ട പ്രാന്തിലിടാവുന്ന പറയും. പക്ഷെ നമുക്കൊരു ത്രില്ലിങ് ഗെയിമല്ലേ, നമ്മൾ ഒന്ന് ചെയ്തു നോക്കാൻ നിർത്താം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളി. 201 XG ആണ് ഷിമാനോ ഇത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ ഫസ്റ്റ് മീനിനെ ആദ്യമായിട്ട് പിടിച്ച് കയറ്റിയേക്കണേണ്. ഹാൻഡിൽ മാറ്റി ഇന്ന് യൂസ് ചെയ്തിട്ട് അപ്പോൾ ആദ്യമായിട്ട് കയറി. ഓക്കെ, ചെറുത് വലുതാ, അത്യാവശ്യമുണ്ട്. എന്തോരം മിസ്സാവണം, എൻ്റെ കൈ പോണണ്ടാ ചിട്ട കൈ വേനെടുത്തിട്ട് വേണല്ലോ മരവിച്ചൂടവേ കേരളാന്നേ. എന്തോരം പോയത്. അങ്ങനെയാണ് ഇതിൻ്റെ ചറ പറ അടിയായിരുന്നു. പക്ഷേ എൻ്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റിലേക്ക് മാറിയതിൻ്റെ ഒരു പേരിൽ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കുറേ മിസ്സായി. മുകളിലേക്ക് കയറിയാണ് എന്ന് പറഞ്ഞാൽ ലൂസായി പോയി. ഞാൻ ആ ഹുക്കപ്പുണ്ട് അതും കൂടി ഒന്നിച്ചങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇത്. മറ്റേ അടിക്ക് കുറവുണ്ടായിരുന്നില്ല, പറ അടിയായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരൻ മറ്റേ നമ്മുടെ ശിഷ്യൻ കുറേ എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശിഷ്യൻ ഒരു എൻജോയ് ഫിഷിങ് എന്ത് പുള്ളി ഒരു 10 ബ്രാലിനെ പിടിച്ചാണ്. അല്ല 10 അല്ല 9 ബ്രാല് അല്ലേ? 9 ബ്രാലിനെ ഞാൻ പോയി വന്നപ്പോൾ ഇതിനും പിടിച്ചതിൻ്റെ കേട്ടാ. നമുക്ക് ഈ 2 കിട്ടിയിട്ടുള്ളൂ. കിട്ടിയത് ലെഫ്റ്റ് ഹാൻഡ് മാറിയതിൻ്റെ പേരിൽ മിസ്സായതാട്ടാ. അല്ലെങ്കിൽ നമുക്കും പിടിച്ച് കയറ്റായിരുന്നു. കുഴപ്പമില്ല. കറക്കില്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചേച്ചിക്ക് ഞങ്ങൾക്കുള്ള വേറുണ്ട്. അപ്പോൾ നമുക്ക് കൈ തന്ന് കരോട്ട് കയറ്റിയതാണ്, ഹെൽപ്പ് ചെയ്തതാണ്. ക്യാമറ ഉണ്ടോ? മുറുക്കാനും വീഡിയോ ഒന്നും വേണ്ട ചേച്ചി. ഇവിടെ ചെയ്യോ ആ പട്ടി? എടാ പോടാ. നിർത്തുവോ? അല്ല ഈ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ? ചേട്ടാ ഹലോ, ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ. ഓക്കെ വന്നേ. ബിസ്ക്കറ്റാണോ? കുട്ടിക്കൂരയുടെ 2 സോഡ. സോഡ നാരങ്ങളുണ്ട് എന്താണെങ്കിലും തണുത്ത. ഓ പൊളിച്ചു. കഴിക്കാൻ എന്തെങ്കിലും ഒന്നുമില്ല. ഇതപ്പോ എന്നാ വെള്ളം ഇറങ്ങി പോയതപ്പോ? അപ്പൊ നിങ്ങള് ഈ വെള്ളം കയറുമ്പോ എങ്ങോട്ടാ പോണേ? ഈ സാധനങ്ങളൊക്കെയാ? സാധനം എല്ലാം നമ്മൾ ഇല്ലായിരുന്നു, മാറ്റിക്കളഞ്ഞു. പിന്നെ വെള്ളപ്പൊക്കത്തിന് നമ്മൾ എടുക്കുന്നതിന് മുന്നും തന്നെ ഈ അടുപ്പിച്ചുണ്ടാവോ അങ്ങനെ വെള്ളം? ഇല്ല, ഇനി ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇത് വിതയല്ലേ, ഇനിയിപ്പോ വെള്ളത്തിന്റെ പ്രശ്നമില്ല. ഇപ്പൊ കൃഷി തുടങ്ങി. ഇനി അടുത്ത കൊല്ലം നോക്കിയാൽ മതി. ഇനി അടുത്ത കൊല്ലം നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ ചോദിച്ചൊക്കെ ക്യാമറയിൽ ഇട്ടാ ഒരു ഇത്തിരി ഉപ്പിട്ടാ മതി. എന്റെ മധുരം ഇട്ടോ? എനിക്ക് ഉപ്പ് മതി. എനിക്ക് ഇച്ചിരി ഉപ്പ് മതി. ആദ്യ വെള്ളം കയറി
മെയ് അവസാനം ഞങ്ങൾ ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തക്കാരെ വീട്ടിൽ നിന്നേച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ഇവിടെ വന്നപ്പോൾ പിറ്റേ ഒരു വെള്ളപ്പൊക്കം. പിന്നെ ഈ പറഞ്ഞ പോലെ പോയി. പിന്നെയും പോയിട്ട് 10-20 ദിവസം അവിടെ നിന്ന്. പിന്നെ പിള്ളേരെ വെടിയിൽ ഭയങ്കര പാട്. അപ്പോൾ വൈഫ് ഹൗസ് ഇതിൻ്റെ അങ്ങേയറ്റത്തുണ്ട്. അവിടെ നമുക്ക് വെള്ളം കയറത്തില്ല, മുറ്റത്ത് വെള്ളം ഉണ്ടായാലും. അതുകൊണ്ട് അവിടെ നിൽക്കാം. നേരം പിള്ളേരെ വിടണമെങ്കിൽ ഇവിടെ വരണം. അതിന് തന്നെ ഇത് അനിയത്തിയുടെ വീടുണ്ട് വൈഫിൻ്റെ പുറപ്പന്തറ. പിള്ളേരെ അവിടെ നിർത്തി അവിടുത്തെ അമ്മേനെ കൂടെ കൂട്ടിയാണ് പിള്ളേരെ സ്കൂളിൽ വിട്ടത് അവിടെ നിന്ന്. എന്നിട്ട് ഇപ്പം ഈ 90 വയസ്സുള്ള അമ്മയുണ്ട്, മേലാത്തൊരു പെങ്ങളാണ് അപ്പുറത്ത് താമസിക്കുന്നത്. അപ്പം അത് കാരണം ഇവരെ വേറൊരു വീട്ടിലേക്ക് വിട്ടു. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ഞങ്ങൾക്ക് വന്നു. 3 സ്ഥലത്തായിട്ട് നിൽക്കേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ ഇത്തവണ 2 മാസം അടുത്ത് നല്ല മെനക്കുള്ള പരിപാടിയൊക്കെ. ഇപ്പോഴും ഇതിൻ്റെ ആ വെള്ളം അവിടെ നിന്ന് വണ്ടി വരാത്ത കാരണം യാത്ര അമ്മച്ചി ആ 90 വയസ്സുള്ള അമ്മക്ക് എന്ത് പ്രത്യേകത? 90 വയസ്സുണ്ടെന്ന് വെച്ചാൽ ആർക്കെ ശല്യം? 90 വയസ്സുള്ള അമ്മ സാധാരണ 90 വയസ്സുള്ളവരെ നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അവർ വല്ലയിടത്തും വീണാ ഒഴിച്ചാ കിടന്നാ നോക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെയുള്ള വിഷമമൊന്നുമില്ല. 90 വയസ്സുണ്ട്. എന്റെ ചേച്ചി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമുക്ക് സ്വയം നിൽക്കാൻ പറ്റണ്ട് അല്ലേ? അതാണ്. എന്റെ ചേച്ചിക്ക് 92 വയസ്സുണ്ട്. ചേച്ചിയില് 2 വയസ്സിലെ ഇളയതാണ്. ചേച്ചിക്ക് 4 മക്കള്. ചേച്ചി എവിടെ ഇപ്പൊ? ചേച്ചി ആയാങ്കുടി. 92 വയസ്സുണ്ടോ? എന്താ ചേച്ചി ഉണ്ടല്ലേ 92 വയസ്സ്? ഞങ്ങളൊക്കെ 50, 40, 30. അത്രയും വരെ അതിൽ കൂടുതൽ ഇരിക്കണം. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഭക്ഷണം അങ്ങനെയാണല്ലോ ഏട്ടാ. ഞങ്ങൾ എല്ലാം കഴിച്ച കഷ്ടപ്പെട്ടു. നിങ്ങൾ പണിയെടുത്തു, വേർപ്പ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ ഒരു ഇതാവും. ആ കാൽക്കുലേഷനിൽ 2 ജന്മം വരും. ദീർഘായുസറ്റേ ഞങ്ങൾ പൊക്കട്ടെ. ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ നടന്ന് പെരുമ്പാട്. എത്ര മീൻ കിട്ടി? ഒരു 5-8 കിട്ടി. ബ്രാല്, ചെറിയ ഇത്രയുള്ള ബ്രാലുകൾ. വരാല് മാത്രം. ചെറുതാണേലും വലുതാണേലും ഞങ്ങൾ കൂട്ടണം. വേണോ? അല്ല വേണമെങ്കിൽ തരാം. കാശിന് പിന്നെ ചെയ്യുന്നത് അമ്മച്ചിക്ക് വേണ്ടി. നമ്മള് ഉണ്ടാ അമ്മച്ചി പാണ്. ഇതാണ് കട്ട കടയാറുന്നത്. അവസാന ഘട്ടം വെള്ളം ഇറങ്ങി ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന അതിനി ഇറങ്ങാനായിട്ട് കുറച്ച് മുറ്റത്തൊക്കെ വെള്ളം കിടക്കണം. ഈ വീട്ടിലെ ആളുകൾ വന്നല്ല. അതെ, ഇവിടുത്തെ വെള്ളം കൂടി ഇറങ്ങിയാലാണ് അവർക്ക് ഇറങ്ങാൻ. ഈ വീട്ടിലെ ആൾ വന്നു, അവർക്ക് വെള്ളം ഇറങ്ങി. സാധനങ്ങൾ കൂടെയൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങി. എന്നാലേ ഓ എത്ര ദൂരം കറങ്ങിടാ. ഭയങ്കര ടീമായിട്ടാ. കുറെ നാളായിടോ ഈ സൗണ്ട് കേൾക്കുമ്പോഴല്ല ഞാൻ തന്നെ സൗണ്ട് കേൾപ്പിക്കണേ. അവിടുത്തെ കൂട്ടുകാരൻ 2 പേരും എൻ്റെ അടുത്ത് പറയണേ. 2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാളുടെ ആ റീല് നോക്കിയാണ്. അപ്പൊ എന്താന്ന് വെച്ചു, നല്ല രസം ഇയാളുടെ സൗണ്ട്. ഇയാളെ എന്റെ വയറിങ് കേൾക്കാറുണ്ട്. ആ വയറിങ്ങിന്റെ സൗണ്ട് പോയിട്ട് ആ സൗണ്ട് ഇട്ടപ്പോ പുള്ളിയും പറഞ്ഞു, എന്റെ ഷെയർകാരനും പറഞ്ഞു നല്ല രസമാട്ടെ നിന്റെ മോട്ടറിന്റെ സൗണ്ട് കേൾക്കാൻ. ഇവിടെ ഇത് ഫ്രഷ് ഇന്നലെ വന്നാ. ഞാൻ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോന്നാ. പറഞ്ഞു അല്ല ഹാൻഡിൽ ലെഫ്റ്റ്. ഞാൻ റൈറ്റല്ല ഉപയോഗിച്ചോണ്ടിരുന്നേ. ഇന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി നോക്കണേ. അപ്പുറേന്ന് കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തിയതാ.
ഹലോ മലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ ഔഫൽ പെരുമ്പാവൂർ. ഇന്ന് ഞങ്ങൾ ഇച്ചിരി ലോങ്ങിൽ വന്നേക്കാണ്. അടിപൊളി സ്ഥലത്ത് കിടന്നതാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. കഴിവ് പോലെ ഇരിക്കും. ഇവിടെ മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഞാനും ഉണ്ട്, ജിമ്മിയുണ്ട്, നിറയെ പച്ചപ്പുണ്ട്. വീണ്ടും പാടങ്ങൾ താണ്ടി അപ്പോൾ വാഹക്കുള്ള സ്കോപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോകണ്ടട്ടാ. നമ്മുടെ മീനച്ചിലാറാണ് എത്തണേ. ഇച്ചിരി ലോങ് കറങ്ങാൻ നിർത്തിട്ട് ഇന്ന് സൺഡേ രാവിലെ തന്നെ ഇറങ്ങിയേക്കണേട്ടാ. അപ്പോൾ ഓക്കെ അല്ലേ, നമുക്ക് പുറകിലേക്ക് പോയി നോക്കാം. ചെല്ലുന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് നോക്കാം. അയലാ വീടി അവിടെ ചാലുണ്ടോ? ജിമേ നമുക്കൊരു മീൻ അടിച്ചാൽ കേട്ടോ. നല്ല അടിപ്പം ബ്രാലിനെ കിട്ടിയാണ് കേട്ടോ. നാടൻ ബ്രാലല്ല കേട്ടോ, വിയറ്റ്നാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയ വഴിയാണ് നമുക്ക് മീൻ അടിച്ചാൽ കേട്ടോ. കണ്ടം കുളത്തി കപ്സറം വെയിലത്തും മഴയത്തും ഒരുപോലെ തിളക്കും. അയ്യേ ചൂണ്ട ചാടിപ്പോടാ. ഓ പൊളി ബ്രാല്, അടിപൊളി ബ്രാല് ജിമ്മിക്ക് കിട്ടിയാണ് കേട്ടാ. നല്ല പോളപ്പം ബ്രാലിനെ കിട്ടിയാണ് കേട്ടോ ജിമ്മിക്ക്. ഓ ജിമ്മിക്ക് രണ്ടാമത്തെ അടിച്ചിട്ടാ. അടിപൊളി ഒരു രണ്ടാമത്തെ അടിച്ചാണ് ജിമ്മിക്ക് കേട്ടാ. എന്ത് ബ്രാലാണത്, കിണ്ണങ്കാച്ചി വരാല്. നിലവിൽ നമ്മൾ മീനില്ലാന്ന് പറയണ സ്ഥലങ്ങളിലല്ലേ ഞങ്ങൾക്ക് കിട്ടലുണ്ട്. നമുക്ക് ഇങ്ങനെ നടന്നിട്ട് കുറച്ച് പ്രതീക്ഷകളുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഞങ്ങളെ മുകളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ പാടത്ത് മീൻ കിടക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഇറങ്ങിപ്പോയ സമയമാണല്ലോ. അപ്പോൾ മീൻ ബാലൻസ് കിടക്കും ഇപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മണ്ണിൽ പതിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രാലല്ലേ 6 മാസത്തോളം അത് അടുത്ത വെള്ളം വരുന്നവരെയും ചെളിയിൽ പതിയും. ശ്വാസം കൊടുത്തായിട്ട് ബോഡി മാത്രം ഉണങ്ങിപ്പോവും, തല മാത്രം വലുതായിട്ട് വെക്കും. അത് ശേഖരിച്ച് അവൻ കിടക്കും. എടുത്തു ഇതിലേക്ക് ഇട്ടതാ. ഇത് ചെറുത് രണ്ടാമത്തെ ബ്രാലാണ് കിട്ടിയ. രണ്ടാമത്തെ ജിമ്മിക്ക് കിട്ടിയാണ് ബ്രാല്. ആണോ ജിമ്മി? പെട്ടെന്നല്ലേ ചേട്ടനെ പള്ളിയിൽ പോണമെന്ന്. 2-3 നേരം നോക്കാം, കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോവാം. ഈ പാലം കിടന്ന് അപ്പുറം നിന്ന് കിട്ടുകയാണെങ്കിൽ ആ ചേട്ടന് കൊടുത്തേക്ക് ട്ടാ. ജിമ്മി ബാബു ചേട്ടന് കൊടുത്തേക്ക്. ഞങ്ങളുടെ ബൂട്ടിൻ്റെ അടിവശം തന്നോന്നൊരു സംശയമുണ്ട്. അല്ല ചാടിപ്പോയാലും ഈ വെള്ളത്തിലേക്ക് കിടക്കുള്ളൂ. എൻ്റെ പുള്ള പറയുന്നില്ല. വേറൊരു മീനും കിട്ടൂല ഇതില്. ബ്രാല് ചേറ് പുല്ലിൻ്റെ ഇടയിൽ ഇപ്പം നിൽക്കുള്ളൂ. ഓപ്പൺ വാട്ടറിൽ നിൽക്കുള്ളൂ ഇപ്പം പ്രാണീനെ കിട്ടാൻ വേണ്ടി. ബ്രാലടിച്ചു കേട്ടാ ചേട്ടാ. ഒരു ബ്രാലടിച്ചു കേട്ടാ. ചെറുതാ, ഒരു മീഡിയം നാടനല്ല.
ഊഫ് സാധനം ചെറുതാടാ, എന്ത് പവറടാ. ഇത് കണ്ടല്ലോ ഏട്ടാ, അല്ല ആ വിയറ്റ്നാമാ. നല്ലൊരു ബ്രാലിനെ കിട്ടിയാണ് കേട്ടോ. പോയോന്നറിയില്ല. നല്ല ബ്രാല, പൊളി ബ്രാലിട്ടാ. ചേട്ടൻ്റെ കുളത്തിൽ നിന്ന് ബ്രാലിനെ പിടിച്ചു കൊടുക്കാൻ കേട്ടോ. ചേട്ടൻ പള്ളിയിൽ പോണേങ്ങാട്ട് നിന്നത്. അപ്പോൾ നല്ല പടപ്പൻ ബ്രാലിട്ടാ, കിണ്ണങ്കാച്ചി ബ്രാലിട്ടാ. കിണ്ണങ്കാച്ചി ബ്രാലിനെ കിട്ടിയാൻ കേട്ടോ. അപ്പോൾ ചേട്ടന് ഇപ്പോൾ ജിമ്മി ഒരെണ്ണം പിടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു മൂന്നാമത്തെ പിടിക്കുന്നു. ഇത് ചേട്ടന് അപ്പോൾ ചെറുതാന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അത് മാറിയുണ്ട്. മാറിയളേ. ഓ ഇത് വിയറ്റ്നാമാ. ഓ അതിൻ്റെ കളർ നോക്കി. വിയറ്റ്നാമാണത്. ആ ഏ വാവരാലല്ല, വിയറ്റ്നാം വളർത്തു ബ്രാല്. ഇത് ബ്രാലാ നോക്കി. കണ്ടു. അടിച്ചേൻ്റെ കേട്ടോ. ഓ പോയിട്ടുണ്ട് കേട്ടോ. അടിച്ചേൻ്റെ കേട്ടോ, പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബാബുചേട്ടൻ കേട്ടോ. ബാബുചേട്ടന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ബാബുചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. നമ്മളപ്പോൾ നിർത്താണ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മൾ യഥാർത്ഥ ലൊക്കേഷനിലേക്ക് എത്തിയാലും നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ സ്ഥലം എവിടെയായിട്ടാ? ഏറ്റുമാനൂർ എത്തിയുണ്ട്. ഇനിയും നമുക്ക് കിടക്കാനുണ്ട്. സ്ഥലം നീങ്ങാണ്ട് ഒരു 15 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ നമ്മുടെ ലൊക്കേഷനിൽ എത്താണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വയലോരം ഷാപ്പിൻ്റെ അടുത്ത് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ മൂന്നാമത്തെ ആളാണ് പറഞ്ഞത്. അപ്പുറം ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അവിടെ നല്ല വാഹയുണ്ട്, പിന്നെ വലിയ ചേറും ബ്രാലും ഒക്കെ കാണുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ബാബു ചേട്ടൻ. ഓക്കെ അല്ലേ? ഓ വെൽക്കം. അപ്പോൾ അടുത്തൊരു ബ്രാലിനെ കിട്ടിയാണ് കേട്ടോ. ചെറിയ ബ്രാലാട്ടോ, ഹുക്ക് ചെറിയുള്ള. അപ്പോൾ ഒക്കി വലിച്ച് മുകളിലേക്ക് ഇട്ടുണ്ട്. വേറെ ഒന്നും പറ്റിയുള്ള. അപ്പോൾ നമുക്ക് അതിനെ റിലീസ് ചെയ്തേക്കാം. ചേറ് പൊട്ടി അവനവിടെ കുടുങ്ങി. ഓ പല ചേറ് ഇവല്ലേ? എന്റെ പൊന്നടാ, എന്ത് മുതലയാ.
എടാ അവിടെ പിടിക്കടാ, അത് അളിയാ പോകും ഇപ്പം. എടാ വള്ളിയും പിടിച്ച് മുകളിലേക്ക് വലിച്ചിട്. നിക്ക് 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 ഒറ്റടിക്ക് പിടിക്കുക, കളയല്ലേ കളിയാ. അങ്ങനെ ജമ്പോ തുമ്പുമ്പോ അടുത്തൊരു ബ്രാലിട്ടോ, നല്ലൊരു ബ്രാല്, കുഴപ്പമില്ല, തെറ്റില്ല, അടിപൊളി ബ്രാല്. നമ്മുടെ ഫ്രോഗ് നല്ല രസമായിട്ട് വന്നാണ്. സൗണ്ട് കേട്ടില്ലായിരുന്നു നിങ്ങൾ? എന്ത് വരവന്നെന്ന് അറിയോ? ഉള്ളിൽ നിന്നൊക്കെ വന്ന് അടിച്ചളയും ഈ ഫ്രോഗിൽ ഉള്ളിൽ നിന്നൊക്കെ വന്ന് അടിച്ചളയും. കാരണം എൻ്റെ സൗണ്ട് അത്രമാത്രം സൗണ്ട് ഉണ്ട്. എനിക്ക് ആ ചേറടിച്ച് തന്നിട്ടില്ലായിരുന്നു, ഇതിന് അത്രയും സൗണ്ട് ഉള്ളാറുകൊണ്ടാണ്. ഈ ചെറിയ ഫ്രോഗുമ്പോൾ നോയ്സ് അന്യ നോയ്സാണ്, അതിൻ്റെ പേരിലാണ് ആ ചേറടിച്ചത്. എന്ത് ചേറായിരുന്നു, എന്ത് മുതലായിരുന്നു. എന്നാലും അവിടെയും വരെ അവൻ ചെറിയ ഫ്രോഗ് അവിടെയും വരെ കൊണ്ടുവന്നു. ഏത് ലാർക്കിൻ്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന ഫ്രോഗ്, ലാർക്കിൻ്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന ഫ്രോഗാണ് കളി മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മീനടിച്ച് കഴിഞ്ഞാൽ എന്താവും നോക്കാം, നമുക്ക് മൊത്തം കൺട്രോൾ ചെയ്യേണ്ടി വരും. ഗോസ്റ്റ്, ലാർക്കിൻ്റെ ഗോസ്റ്റ് കാസ്റ്റ് ചെയ്യണ തെങ്ങുമ്പോൾ നിന്നിട്ടുണ്ടല്ലേ. ലോഡ് ബ്രാലടിച്ചാണ്ടിട്ടാ. എന്ത് ബ്രാലടാ, എന്താ ഇത്? ഏത് കാട്ടിൽ പിടിച്ച് വലിച്ച് ഒട്ടച്ചെടുക്കുക എന്നുള്ളൊരു ഇതാണ് കണ്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കിളി 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 എന്നുകൊണ്ട് ഒച്ചേക്കും. ഈ സൗണ്ട് കേട്ടിട്ടാണ് ആ സാധനം 9 ഗ്രാമിൻ്റെ സാധനത്തിൽ ഇച്ചിരി സ്പിന്നറിന് വെച്ച് വലിപ്പം കൂട്ടി അവർ ചെയ്തേക്കണേ. അതുകൊണ്ട് നോക്കി എന്നാ പൊളി സാധനം അത്. എന്ത് ബ്രാലാന്നറിയോ ഇത്? എനിക്കറിയാൻ പാടില്ല, വിയറ്റ്നാം ബ്രാലാണ്. എൻ്റെ തല കാണോട്ടെ, ഈ പഴയ വീഡിയോ എന്നും അതല്ല, ഞാൻ ഇടിച്ചതിലൊക്കെ പകുതി ഇല്ല, ഇവിടെ ഇല്ല, നെറ്റിയില്ല. മല്ലൂസ, അപ്പം നമുക്ക് അടിപ്പം ബ്രാലിനെ കിട്ടിയെന്ന് പറയാം. ബ്രാലിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾക്ക്? എൻ്റെ പൊന്നെ, ഇത് ബ്രാലാ ചേറാ, ഇതിങ്ങനെ ഒതുക്കിയാ പിടിച്ചേക്കണേ. അന്യായ ബ്രാല്, റെഡ് വരെ കണ്ടാ, വിയറ്റ്നാം അടിപൊളി ബ്രാലിട്ടാ. ബ്രാലെന്ന് പറയുന്നതൊക്കെയാ മോനെ, ബ്രാലാണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ വന്നിട്ട് രാവിലെ പല സ്ഥലത്തുനിന്നായിട്ട് കുറച്ചിട്ട് മീനെ കിട്ടിയായിരുന്നു. അത് ഒരു കുളത്തിൽ നിന്ന് ഞങ്ങളെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു ചേട്ടൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അവിടെ മീനില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ മീൻ പിടിക്കണുണ്ടായപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ കുളത്തിൽ നിന്ന് മീനിനെ പിടിച്ച് തരുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീഡിയോ കിട്ടിയല്ലോ, നമുക്ക് മാക്സിമം വീഡിയോ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ പിടിച്ചു തരാം, അതിൽ ബ്രാല എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ കിട്ടിയ കുറച്ച് ബ്രാലുകളെ കൊണ്ടുപോയി വന്ന വഴിക്ക് ഇത് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റാത്തവരോട് ഒരാൾ ചോദിച്ചു, എന്തെങ്കിലും നന്നായി എന്ന് പറഞ്ഞു.
നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് വന്നു അതങ്ങോട്ട് കൊടുത്തു. വൈകുന്നേരം വരെ ആകുമ്പോഴത്തേനും മുഷ്പൂരൂല് കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന് വൈകുന്നേരം വരെ നിന്നതാണ്. വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ ഇപ്പോൾ 2-2:30 3 മണിക്കായി. നല്ലൊരു ബ്രാലിനെയും പിടിച്ച് ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് പോണ വഴിക്ക് ഒരു ലൊക്കേഷനിൽ കയറണം. എന്താവും ഏതാവും എന്ന് കണ്ടറിയാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. ഓക്കെ. അപ്പോൾ ആ ചേട്ടൻ രാവിലെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് അവിടെ നല്ലൊരു സ്ഥലമുണ്ട്, നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ്, അവിടെ നിന്ന് നിറഞ്ഞു കൂട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അടുത്ത് വെച്ച് മീനിനെ അടിച്ച സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും നോക്കാം, എന്താണെന്ന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. ബൈ മസ്സലാമ. അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ലൊക്കേഷൻ. നിങ്ങൾ ഓർക്ക് ഇവിടെയൊക്കെ നിറയെ മീനാണ്, മീനൊക്കെ ഉണ്ട്. പക്ഷേ കേരള അതല്ല, മീൻ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ചെറിയ ബ്രാലൊക്കെ നിൽക്കണ ഞങ്ങൾ ലൈവ് കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കേരള കഴിച്ചുകൊണ്ടക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നോക്കാം. ആ അതെണ്ടോ ബ്രാലാ? ആ അടിച്ചേണ്ട്. നല്ല സാധനമാക്കി. വീണ്ടും കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആർക്കിൻ്റെ ഗോസ്റ്റ്. അവൻ്റെ അണ്ണാക്കിൽ നിന്ന് എടുത്താണ് സാധനം. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ലൊരു മീനിനെ കിട്ടിയാണ്. പലർക്കും കൊടുത്തേക്കണ കാരണം കൂട്ടിയിട്ടിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടിയും യാത്ര ചെയ്യേണ്ടാലോ നിർത്തും. മീൻ അടിക്കുന്ന സമയത്ത് ഈ സമയത്ത് യാത്ര ചെയ്യേണ്ടാലോ നിർത്തിട്ടാണ്. വൈകിട്ടായി. അപ്പോൾ ഈ സമയത്ത് എറിയാനുള്ള സ്ഥലത്തൊക്കെ എറിഞ്ഞിട്ട് പയ്യെ പോകാലോ നിർത്തി നിൽക്കണം. ഓക്കെ. അടിപൊളി ഫ്രോഗാണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജിമ്മി നമ്മുടെ എറിഞ്ഞ് തോറ്റുപോയ ആളാണ്. അവിടെ പോയി നിൽക്കണണ്ട. ഇവിടുന്ന് അടിച്ചടിച്ച് പോയതാണ്. അവിടെ നിന്നാണ് എനിക്കിപ്പോൾ ലാർക്കിൽ അടിച്ചാണ്. ആ ചപ്പ കുടിക്കണേ എൻ്റെ കൂടെ. ചെറുതാ. ആ ഓ അവൻ കുടിക്കിലൂടാ. പോയി. ഇല്ല മുകളിൽ നമുക്ക് കറക്റ്റ് ഇത്രയും ലോഡ് എടുത്തിട്ട് മുകളിൽ നമ്മൾ പോയിട്ടാ അത് ഇത്ര കമ്പിട്ട്. ഏതാ ഫ്രോഗ് എന്നറിയോ? ലാർക്കിൻ്റെ ചപ്പ പകുതി ഈ പറഞ്ഞല്ലേ. ലാർക്കിൻ്റെ നീ ഇത്ര നേരം ഇവിടെ വീക്കിക്കൊണ്ടിരുന്നല്ലേ? ലാർക്കിൻ്റെ ഏതാടാ സെറ്റപ്പ് സാധനം? അത് നാടനാണോടാ? ലാർക്കിൻ്റെ ഗോസ്റ്റാണ്ട് വലിച്ചു വാരിക്കൊണ്ടിരുന്നത്. ഇപ്പം ജിമ്മി ഇത്രയും നേരം വീണ്ടും അറിഞ്ഞുകൊണ്ടിരുന്ന പറയാന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്യാമറയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇല്ലാത്ത വീഡിയോസൊക്കെ കളയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി കംപ്ലീറ്റ് ഇത്രയും നേരം ഇവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. എന്നിട്ട് പുള്ളി മാറി, ആദ്യം അതേപോലെ തന്നെ മാറി അടിച്ച് ഇപ്പം 3 എണ്ണമായി ഈ ഒറ്റ സ്പോട്ടിൽ നിന്ന് തന്നെ. ലാർക്കിൻ്റെ ഗോസ്റ്റ് കേട്ടോ. ഇന്നത്തെ കളി കംപ്ലീറ്റ് ഇതിലായിരുന്നു കേട്ടോ. ചേറ് മുതലടിച്ച്. ഓക്കെ. ഇപ്പോൾ സന്ധ്യ ആവണ ആരോണ്ടാ സാധനം പുറത്തേക്ക് ഇറങ്ങണ. എനിക്ക് കിട്ടും. ഞാൻ സാധനം എടുത്തോണ്ടാ ബേബി ടൈഗർ വരാന്നേ അന്ന് 11 പഠിച്ച് ആ സാധനം കിളികള ശബ്ദ
തിരിച്ച് തന്നോട്ടാളി എൻ്റെ രാശി പ്രോഗ്രാം കേട്ടോ. എല്ലാം സൈസ് ബ്രാലാണ്ടെന്ന് കിട്ടിയാണ്. ഒരു 4 ബ്രാലെന്ന് പറഞ്ഞാൽ ഒരു 1.5 മുതൽ ബ്രാലുകളായി പോയി. എല്ലാം നല്ല ബ്രാലുകൾ, ഹെവി ബ്രാല്. ഈ എന്തോരം ഉണ്ടെന്ന് കൊടുത്താ ഇത് വേണ്ട. ഇത് നാടനാ അല്ലേ? അത് നമ്മൾ കിട്ടിയത് നാടനാന്ന് തോന്നില്ലേ? ഇത് നാടനാ? ഇതാ വലുതാ? വലുത് നാടനൊന്നുമല്ല, വലുത് വിയറ്റ്നാം. ഞാൻ ഇതിന്റെ ഇത് നോക്കുന്നു. വിയറ്റ്നാം മതി. നീ അങ്ങനെ വലുതാവുമെന്ന് എനിക്ക് തോന്നാ. ഏതാ വിയറ്റ്നാമേ? വിയറ്റ്നാം കണ്ടാ ഫ്രോഗ് കണ്ടാ? ഇത് ഗോസ്റ്റ്, ലാർക്കിൻ്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ്. 4 സെൻറ്റിമീറ്റർ ലെങ്ത്തും 9 ഗ്രാമും വെയിറ്റുള്ള ഈ ഫ്രോഗ് ആണ് ഇന്നത്തെ ഗെയിം കംപ്ലീറ്റ്. ഇന്ന് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇങ്ങനെ ഇച്ചിരി ലോങ് ആയതുകൊണ്ട് വൈകുന്നേരം വരെ എടുക്കേണ്ട വന്നു. ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട് നമ്മൾ. കോട്ടയം റൂട്ടിലാണ്. കോട്ടയം എത്താൻ ഇനി ഒരു 5-6 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ലൊക്കേഷനിൽ വരെ വന്നേക്കാണ്. ഇത് വെറുതെ പറയണല്ല കേട്ടോ. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ബൈറ്റ് കാസ്റ്റ് സാധാരണ നോർമൽ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ഈ സ്പിന്നറിന് വലിപ്പം കൂടുതലുള്ള കാരണം എയർ കട്ട് ചെയ്ത് പോകാൻ സ്ലോവ് കാട്ടിയേക്കാം. പക്ഷേ ഇതിന് മാത്രം ലോങ്ങിലിറങ്ങി വലിച്ച് ബ്രാലിനെ പിടിക്കേണ്ട കളിയൊന്നും നമുക്കില്ലാതാണ്. ഈ ഫ്രോഗ് എത്താവുന്ന അത്യാവശ്യത്തിൽ കൂടുതൽ ലോങ് വെയിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ബാക്ക്ലാഷ് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൂൾ ടെൻഷൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അപ്പോൾ ഈ സാധനം അത്യാവശ്യം നമുക്ക് ആക്ഷൻ എടുത്ത് എറിയാൻ പറ്റും. ചില സമയത്ത് നമുക്ക് ആക്ഷൻ എടുത്ത് എറിയുമ്പോൾ ചിലപ്പോൾ ഈ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രോഗിനെയും കാട്ടി ചിലപ്പോൾ എല്ലാ ഫ്രോഗും ചെയ്യും. പക്ഷേ ഇതിന് സ്പിന്നർ ഇതിങ്ങനെയുള്ള കാരണമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സ്പിന്നിങ്ങിൻ്റെ റീലിൽ ഇത് വേറൊരു സുഹൃത്ത് ഉപയോഗിക്കേണ്ടായിരുന്നു. പറക്കാണ് കിടന്നത്. അതേപോലത്തെ സ്പെക്കാണെന്നുണ്ടെങ്കിൽ പൊളി സാധനം ഉണ്ടാവും. നല്ല ലോങ് കാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വൈബ് സാധനം. മുതലെന്ന് പറഞ്ഞാൽ മുതൽ കണ്ടില്ലേ നിങ്ങൾ ഇന്നത്തെ വീഡിയോ? ചേർന്ന കാലിൻ്റെ ചൂട്ടി കൊണ്ടുവന്നതാണ്. അതൊരു 3-3.5 കിലോ ഉണ്ടാവില്ലടാ അത് ചേറ്? 3 ഉണ്ടാവില്ലേ? 3-3.5 കിലോ എന്താ അവനാണ് വലിച്ചത് പൊക്കിയതും. അത് നല്ല ഹെവി സാധനം, പവർ സാധനം. ഓക്കെ.